ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയവരം ജോർജ് കുട്ടി. ബൈബിളിൽ അനേകർ സ്നാനപ്പെട്ട ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ വിശദമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ സ്നാനമാണ് ഷണ്ണൻ്റെ സ്നാനം. അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭയ്ക്ക് വലിയ പീഡയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവമുണ്ടായിട്ട് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവർ അവിടെ ഇവിടങ്ങളായി സുവിശേഷം അറിയിച്ചു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 4-ാം വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷം കൊണ്ട് അവിടെ സഞ്ചരിച്ചു. പീലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പീലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ശമരിയ പട്ടണത്തിൽ പീലിപ്പോസ് എന്ന സുവിശേഷൻ മുഖാന്തരമായി വളരെ അത്ഭുത പ്രവൃത്തികൾ നടന്നു. അനേകർ വിശ്വസിച്ച ദൈവഭാഗത്ത് വരുവാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് 8-ാം അധ്യായം 26-ാം വാക്യം, അനന്തരം കർത്താവിൻ്റെ ദൂതൻ പീലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചന പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ഷണ്ണൻ യെരുശലേം ദൈവാലയം, അന്ന് വളരെ ഫേമസ് ആണ് യെരുശലേം ദൈവാലയം. ദൈവാലയത്തിൽ അകത്ത് കയറണമെങ്കിൽ യഹൂദനായിരിക്കണം. ഇവൻ എത്യോപ്യയിൽ നിന്ന് വന്ന ജാതീയനാണ്. എന്നാൽ ദൈവാലയത്തിൻ്റെ വെളിയിൽ ജാതികളുടെ പ്രാകാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വെളിയിൽ നിന്ന് വരുന്ന യഹൂദന്മാരല്ലാത്തവർക്ക് ഈ ജാതികളുടെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് ദൂരെ നിന്ന് ദൈവാലയത്തെ നോക്കി നമസ്കരിപ്പാനും ആരാധിപ്പാനുമുള്ള സാവകാശം അന്നുണ്ടായിരുന്നു. ഈ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ഷണ്ണൻ ഈ ദൈവാലയത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള കേൾവി കേട്ടപ്പോൾ അവൻ അവിടെ നിന്ന് യെരുശലേം ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയ കൂട്ടത്തിൽ ഇന്നത്തെ പോലെ ബൈബിളൊന്നും അന്ന് കിട്ടാനില്ല. അന്ന് തോൽച്ചുരുളുകളും മറ്റും പകർത്തി എഴുതി വിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ ഒരു പുസ്തക ചുരുൾ താൻ മേടിച്ചും കൊണ്ടാണ് പോയത്. അങ്ങനെ താൻ പോയ യാത്രയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് താനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, നീ തെക്കോട്ട് യെരുശലേമിന് കിഴക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോയി ഈ യാത്ര പോകുന്ന ആളിനെ കണ്ടുമുട്ടുവാനുള്ള നിർദ്ദേശം കൊടുത്തു. അവൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, രഥത്തോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. രഥമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള രഥമല്ല. അന്ന് മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയായതുകൊണ്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് ഒട്ടകമാണ് ഈ രഥം വഹിച്ചുകൊണ്ട് പോകുന്നത്. താനൊരു ഒരു എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായതുകൊണ്ട് ധനപരമായിട്ടൊക്കെ നല്ല കഴിവുള്ളയാണ്. രഥത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആ രഥത്തിലിരുന്നുകൊണ്ട് രഥത്തെ വലിക്കുന്ന ആളുകളുണ്ട്, ഒട്ടകമുണ്ട്, ഒട്ടകത്തിന് കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഇവർക്ക് കുടിക്കാനുള്ള വസ്ത്രമുണ്ട്, ഇവർക്ക് മാറാനുള്ള ഡ്രസ്സുകളുണ്ട്. ദീർഘദൂര യാത്രയാണ്. ഇങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവം പീലിപ്പോസിനോട് പറഞ്ഞ് രഥത്തോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഉടനെ ചേർന്ന് നടന്നുടനെ ഷണ്ണം വായിച്ച വേദഭാഗം അവിടെ എഴുതിയിട്ടുണ്ട്. അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തികളുടെ മുൻഭാഗം മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെയിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിചാരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളഞ്ഞല്ലോ എന്ന ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പീലിപ്പോസ് ഉപദേശി ഷണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നതിൻ്റെ ഫലം അർത്ഥം ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ഈ ഷണ്ണൻ ഈ ഉപദേശിയെ കൂടെ രഥത്തെ കയറിയിരിക്കുവാൻ വിളിച്ചു. ദൈവദാസൻ അദ്ദേഹത്തോടു കൂടെ രഥത്തെ കയറിയിരുന്നു. ഈ വായിച്ച വേദഭാഗം യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ്. യേശുവിൻ്റെ മരണത്തെ മുൻകണ്ടുകൊണ്ട്
പ്രവചനാത്മാവിൽ യെശയ്യാവ് കർത്താവിൻ്റെ സകല കഷ്ടാനുഭവങ്ങളെയും കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ യെശയ്യാ 53 എടുത്ത് വായിര്. അതിനകത്ത് രക്ഷിക്കപ്പെടണമെന്നോ സ്ഥാനപ്പെടണമെന്നോ ഒന്നും ഒരൊറ്റ വാക്യം പോലുമില്ല. അതിനകത്തെ വിവരണമില്ല. യേശുവിനെ അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാറിനെ പോലെ കൊണ്ടുപോയെന്നും അവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന യേശുവിനെക്കുറിച്ചും അവൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചുമുള്ള വിവരണമാണ് യെശയ്യാ 53 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പീലിപ്പോസ് രഥത്തെ കയറിയിരുന്ന യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ആസ്പദമാക്കി ഈ ഷണ്ണനോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. ഷണ്ണൻ പീലിപ്പോസ് പറഞ്ഞതിൻ്റെ അർത്ഥമില്ല, ഇത് ഭൂമിയിൽ വന്ന് മരിച്ച യേശുവിനെ കുറിച്ചുള്ള വിവരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. സുവിശേഷം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദാവീദിന്റെ സന്തതിയായി വന്ന് ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുന്നതാണ് സുവിശേഷം. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ നീ രക്ഷിക്കപ്പെടണമെന്ന് അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന് അവനോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ സ്ഥാനത്തിൻ്റെ കാര്യവും ഈ പീലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു. യെശയ്യാ 53-ാം അധ്യായത്തിൽ സ്ഥാനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ രക്ഷയും പറയണം, സ്ഥാനവും പറയണം, ഇതെല്ലാം പറയണമെന്ന് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. അവരിങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിനെ എന്ത് വിരോധമെന്ന് പറഞ്ഞു. അപ്പോൾ രഥത്തെ വെച്ച് തന്നെ ഷണ്ണൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അവന് സ്നാനപ്പെടണമെന്ന് ആഗ്രഹം വന്നു. പീലിപ്പോസ് ഉപദേശിയോട് പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഉടനെ പീലിപ്പോസ് പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അപ്പം സ്നാനത്തിന് മുൻപ് സ്നാനാർത്ഥി പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ വിശ്വസിക്കണം. ഉടനെ ഷണ്ണൻ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. പീലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ നോക്കിക്കോ, ഇരുവരും വെള്ളത്തിലിറങ്ങി. ഞാൻ ചോദിക്കട്ടെ, രഥത്തെ വെള്ളമില്ലയോ? ഒട്ടകത്തിന് കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്, എല്ലാമുണ്ട്. അപ്പം തന്നെയല്ല, ഇതേ ഒരു മന്ത്രിയല്ലേ, മന്ത്രിയെ വഴിയിലൊരു കുളത്തിയിറക്കി സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നാണക്കേടില്ലയോ? അല്ല, അങ്ങനല്ല. വെള്ളം കണ്ടപ്പോൾ രണ്ടുപേരും ആ ഉറവിൽ, ആ ജലാശയത്തിൽ ഇറങ്ങി. വേണമെങ്കിൽ അവിടെ ഇരുന്ന വെള്ളം കുറേ എടുത്തൊരു പാത്രത്തിലെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഷണ്ണൻ്റെ തലയിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് സ്നാനപ്പെടുത്താമായിരുന്നു. എന്നാൽ സ്നാനം അതല്ല. സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ളതായിരിക്കണം. അതിന് ആ വെള്ളം ഒരാൾക്ക് മുങ്ങത്തക്ക രീതിയിലുള്ള വെള്ളം വേണം. എന്നാൽ ഇന്ന് മാമോദീസ നടത്തുന്നത് കോരി വെച്ച തൊട്ടിയിൽ അല്പ വെള്ളത്തിലാണ് മാമോദീസ മുക്കുന്നില്ല, മാമോദീസ തളിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാൻ ദൈവം പറയുന്നില്ല. പോട്ടെ, എന്നാൽ തന്നെയും ആ കോരി വെച്ച വെള്ളത്തിൽ ഇറക്കി നിർത്തി. ഓർത്തഡോക്സിലെ ഒരു പുരോഹിതനായിരുന്ന കാനവച്ചൻ, അല്ലെങ്കിൽ PI ഏബ്രഹാം അവറുകൾ ഒരിക്കൽ അമേരിക്ക വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തമാശ രൂപേണ എന്നോട് പറഞ്ഞു, ജോർജ് കുട്ടി, ഞാൻ എന്നെ ഒത്തിരി മാമോദീസമൊക്കെ നടത്തിയിട്ടുണ്ട്. ചിലപ്പം കുഞ്ഞുങ്ങളെ ഈ വെള്ളത്തിൽ ഇറക്കി നിർത്തുമ്പോൾ വെള്ളം പോരായെന്ന് തോന്നിയിട്ടായിരിക്കാം ഒരു പക്ഷേ ചില കുഞ്ഞുങ്ങൾ അല്പം ചൂടുവെള്ളം സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചിരിക്കുകയും ചെയ്തു, തമാശ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ തമാശ പറഞ്ഞെങ്കിലും വെള്ളം കുറച്ച് പോരാ, വെള്ളം കൂടുതൽ തന്നെ വേണം. വെള്ളത്തിൽ മുങ്ങണം. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. സ്നാനം പഴിച്ച് കരയ്ക്ക് കയറി ഉടനെ ദൈവാത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? ഷണ്ണന് വസ്ത്രം നനഞ്ഞാൽ വേറെ ഇടാൻ വസ്ത്രമുണ്ട്, ഉപദേശിക്ക് വേറെ വസ്ത്രമില്ല. ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് കൊണ്ടാണ് പോയത്. അവിടെ നിന്ന് ഉപദേശി അവിടെ തണുത്ത് പറച്ച് അവിടെ നിൽക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ദൈവാത്മാവ് ഉപദേശിയെ എടുത്തുകൊണ്ട് പോയി, കാറ്റത്ത് എടുത്തുകൊണ്ട് പോയി, ആത്മാവ് എടുത്തുകൊണ്ട് പോയി ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നപ്പോൾ വസ്ത്രമെല്ലാം ഉണങ്ങി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അപ്പോൾ സ്നാനത്തിന് മുമ്പ് സ്നാനാർത്ഥി വിശ്വസിക്കണം, യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, യേശു എൻ്റെ രക്ഷകനാണെന്ന്, എൻ്റെ പാപത്തിന് പകരമായിട്ടാണ് യേശു മരിച്ച
എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരെ വേണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തേണ്ടത്. മാന്യ ശ്രോതാവേ, താങ്കളേറ്റ സ്നാനം ഇപ്രകാരമുള്ള സ്നാനം അല്ലെങ്കിൽ താങ്കളേറ്റ സ്നാനം ബൈബിളിലെ പ്രമാണപ്രകാരമുള്ള സ്നാനമല്ല. അതുകൊണ്ട് വിശ്വാസാനന്തരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ സ്ഥാനത്തെക്കുറിച്ച് മുൻവിധി കൂടാതെ പഠിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ പ്രസംഗിച്ച വിശ്വാസസ്ഥാനം തിരുവചന വെളിച്ചത്തിൽ ശിശുസ്ഥാനം തെറ്റോ ശരിയോ 9 പാട്ടുകളടങ്ങിയ മെസ്സേജുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടിയൻ അടിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗം ലഭ്യമാകും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.